പട്ടിമറ്റം ജംഗ്ഷനിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം ദൂരത്തിലായിട്ട് തട്ടാമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. മൂവാറ്റുപുഴ എറണാകുളം ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടൊരു ഗേറ്റഡ് വില്ല പ്രോജക്റ്റും കൂടിയാണ്. അവിടെയായിട്ട് 6 സെൻറ്റ് ഭൂമിയിൽ 1200 സ്ക്വയർ ഫീറ്റിൻ്റെ 3 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. അതും സിംഗിൾ സ്റ്റോറേജ് ഹൗസ്, ക്യൂട്ടായിട്ടും അതുപോലെ തന്നെ ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് വീട് ബിൽഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിനി വീടിൻ്റെ കൂടുതൽ കാഴ്ചയിലേക്ക് പോകാം. വീതിയുള്ള റോഡാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ കൊടുത്തുള്ളത്. ടാർ ചെയ്തിട്ടുണ്ട്. മതിൽ ടെക്സ്റ്റ് വർക്ക് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്ലൈഡിങ് ഗേറ്റും ഫോൾഡിങ് ഗേറ്റും തന്നെയാണ് വന്നുള്ളത്. 1, 2, 3 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമ്മുടെ മുറ്റത്തുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 3 വാഹനങ്ങളോളം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇതേ സ്പേസ് തന്നെ നമുക്ക് ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ദർശനം വന്നുള്ളത് കിഴക്കോട്ടാണ്. നമ്മൾ വീട് മൊത്തത്തിൽ ചുറ്റി കാണാൻ പോവുകയാണ്. നേരെ കിഴക്ക് വശത്തേക്ക് വരാം. ഈ ഭാഗമാണ് കിഴക്ക് വശം വരുന്നത്. ഇനി നമ്മൾ നേരെ വടക്ക് വശത്തേക്ക് നടക്കുകയാണ്. ചരലാണ് കൊടുത്തിട്ടുള്ളത്. നോർത്ത് ഈസ്റ്റ് ഭാഗമാണ് ഇവിടെ വരുന്നത്. ഇവിടെ വീടിന് വരുന്നത് അടുക്കളയാണ്. നേരെ നമ്മൾ നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്കാണ് പോകുന്നത്. ധാരാളം സ്പേസ് ഉണ്ട്. വലിയൊരു വർക്ക് ഏരിയ ചെയ്യണമെങ്കിൽ വർക്ക് ഏരിയ ചെയ്യാം. അതല്ല നമുക്ക് നല്ലൊരു പച്ചക്കറി തോട്ടമൊക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെയുണ്ട്. ഇവിടെയായിട്ട് ടാപ്പ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്, പവർ പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രസ്സ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാവുന്നതാണ്. ഇവിടെയായിട്ടാണ് അലക്കല്ല് കൊടുത്തിട്ടുള്ളത്. അവിടെ ഒരു ടാപ്പും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് കയറുന്ന ഭാഗമാണ് ഇവിടെ. സ്ക്വയർ ട്യൂബിലാണ് ലാഡർ കൊടുത്തിട്ട് ഹാൻഡിലൊക്കെ വരുന്നുണ്ട്. വിശാലമായുള്ളൊരു ഓപ്പൺ ടെറസ് ഏരിയ. അത് ഡ്രസ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നോർത്ത് വെസ്റ്റ് കോർണറിലാണ്, അതായത് വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ്. ഇനി നമ്മൾ സൗത്ത് വെസ്റ്റ് കോർണറിലേക്കാണ് പോകുന്നത്. ഇതാണ് പടിഞ്ഞാറ് ഭാഗം. ഇത്രയും സ്പേസ് നമുക്ക് പടിഞ്ഞാറ് ഭാഗത്തുണ്ട്. തെക്ക് പടിഞ്ഞാറ് വശമാണ്. ഇവിടെയായിട്ട് വീടിന് വന്നിരിക്കുന്നത് ബെഡ്റൂമാണ്. പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് കൊടുത്തുള്ളത്. ഇനി നമ്മൾ വീടിനകത്തേക്കാണ് വരുന്നത്. ഇരുവശങ്ങളിലായിട്ടും പ്ലാന്റർ ബോക്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മുറ്റം ഫ്രണ്ടേജ് മൊത്തം ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറുകയാണ്. സിറ്റൗട്ട് വന്നിരിക്കുന്നത് ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ്. നേരെ അകത്തേക്ക് കയറാം. ഡോറ് വന്നിരിക്കുന്നത് സിംഗിൾ ഡോർ ആയിട്ടാണ്. നല്ല മരത്തിൽ തീർത്ത ഡോറ് വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് നമുക്ക് കോർണർ സെറ്റീസ് ഇടാവുന്നതാണ്. ടീപ്പ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാം സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇത് സൗത്ത് സൈഡാണ്. 3 പാളി ജനലും വന്നിട്ടുണ്ട്. നേരെ നമ്മൾ ഡൈനിങ് ഏരിയയിലേക്കാണ് പോകുന്നത്. വിശാലമായുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാം സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു TV സ്പേസ് വരുന്നുണ്ട്. അവിടെയായിട്ട് നമുക്ക് ഒരു TV വയ്ക്കാവുന്നതാണ്. ഇതിനകത്ത് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ടിൽ LED ലൈറ്റുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു TV സ്പേസ് നമുക്കിവിടെ കിട്ടി. വാഷ് കൗണ്ടറാണ് ഈ കാണുന്നത്. നല്ല വലിപ്പമുള്ളൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മിറർ വരാനുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. അപ്പോൾ വലിപ്പമുള്ളൊരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഇതിൻ്റെ കിച്ചൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. കിച്ചൺ വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിങ്ക് വരുന്നുണ്ട്. ഒരു L ഷേപ്പിലാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. നമുക്ക് കിഴക്കോട്ട് ഫുഡും ഹോബും ഒക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. വശങ്ങളിലെല്ലാം കബോർഡുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നോർത്ത് സൈഡാണ്. അവിടെയും 2 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ടൈൽ പാറ്റേൺ വന്നിട്ടുള്ളത് ഒരു മാറ്റ് കളറ് വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ്. നല്ലൊരു ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കിച്ചൻ്റെ ഡോറും ഭംഗിയുള്ളൊരു ഡോറ് തന്നെയാണ്. ഇനി ഇങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോറേജ് സ്പേസ് പോലെ നമുക്ക് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെയും പവർ പോയിൻ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് ബോട്ടിൽസ് എല്ലാം വെക്കാനായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫെറോ സിമെൻറ്റ് സ്ലാബിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നേരെ നമ്മൾ ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂമായിട്ട് വന്നുള്ളത്. ഏകദേശം ഒരു 13 അടിയോളം നീളം വരുന്നുണ്ട്. 11 അടിയോളം വീതി വന്നിട്ടുണ്ട്. നോർത്ത് വെസ്റ്റ് കോർണറിലാണ്. ഭംഗിയായിട്ട് വാർഡ്രോബ്സ് കൊടുത്തിട്ടുണ്ട്. 3 പാൻറ്റായിട്ട് തുറക്കാവുന്ന രീതിയിൽ ലോക്കോട് കൂടിയത് തന്നെയാണ്. ഇനി നമ്മൾ ബാത്റൂമിലേക്ക് വരാം.
നല്ലൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് ഇതെല്ലാം കവർ ചെയ്തിരിക്കുകയാണ്. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ഇവിടെയായിട്ട് ടാപ്പ് പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. അതും ജോൺസൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ക്ലോസറ്റാണ് കൊടുത്തുള്ളത്. താഴെ മാറ്റ് ടൈല്, ഭിത്തി ഗ്ലോസിയാണ്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. രണ്ടാമത്തെ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 13 അടി നീളവും 10 അടി വീതിയിലുമാണ്. ഇതാണ് സൗത്ത് സൈഡ്, 3 പാളി ജനൽ. ഈ ഭാഗം വന്നിരിക്കുന്നത് വെസ്റ്റ് സൈഡാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് കബോർഡ് കിട്ടിയിട്ടുള്ളത്. മിറർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സ്റ്റഡി ഏരിയ കൊടുത്തിട്ടുണ്ട്. അകത്ത് കൊടുക്കാനുള്ള വാഷ് ബേസിനാണ് ഈ ഇരിക്കുന്നത്. അപ്പം ബാത്റൂമിലേക്ക് വരാം. ബാത്റൂമിലേക്ക് വരികയാണ്. ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, മിറർ ഇനി വെക്കാനുണ്ട്. ഇവിടെ ഷവർ കോക്ക്, റെയിൻ ഷവർ അങ്ങനെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ടവൽ റാഡ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ്. ഒരു വുഡിൻ്റെ ടെക്സ്ചറുള്ള ടൈലാണ് താഴെ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ബാത്റൂം നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇതിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. ഇപ്പോൾ നമ്മൾ മൂന്നാമത്തെ ബെഡ്റൂമിലാണ്. ഇതിന് 12 അടി നീളം വരുന്നുണ്ട്, 10 അടി വീതിയും വന്നിട്ടുണ്ട്. ഇതും ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ബാത്റൂം വന്നുള്ളത്. വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, ലൈറ്റ് വരുന്നുണ്ട്. ഇനി ഒരു മിററിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഷവർ കോക്ക് വരുന്നുണ്ട്, ടാപ്പ് വരുന്നുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റാണ് വന്നുള്ളത്. എക്സോസ്റ്റിനുള്ള പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ബാത്റൂം നമുക്ക് ഇവിടെ കിട്ടി. ഫൈബർ ഡോർ തന്നെയാണ് ഇതിനും വന്നുള്ളത്. അപ്പോൾ നമ്മൾ 3 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. മനോഹരമായുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും നമ്മൾ കണ്ടു. ഇനി നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവുകയാണ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യൂട്ടായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 6 സെൻറ്റ് ലാൻഡ് വരുന്നുണ്ട്, 1200 സ്ക്വയർ ഫീറ്റ്, 3 BHK. ഇതിന് ചോദിക്കുന്ന റേറ്റ് 45 ലക്ഷം രൂപ മാത്രമാണ്. അതും ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. 5 ലക്ഷം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ വീട് സ്വന്തമാക്കാവുന്നതാണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. സിമിലർ ആയുള്ള ഒരുപാട് പ്രോജക്റ്റുകളും നമ്മുടെ പക്കലുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനിണങ്ങിയ വീടുകൾ ഇതിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.